ഇതൊന്ന് പിടിക്കങ്ങള് കൊറേന്ന് പിടിക്കേ. നിങ്ങൾ പിടിച്ചോളൂ. എന്താ കാണിക്കുന്നേ? ഇത് മടങ്ങില്ലല്ലോ. അയ്യോ, അത് മടങ്ങുന്ന കൊടയല്ല, കലികാല വൈഭവം. അല്ല, എന്താ പറയാ, ഈ നാട് നശിക്കാൻ പോണെന്ന്. ഓൾറെഡി നശിച്ചു കഴിഞ്ഞില്ലേ? ഓ, എനിക്കിപ്പോ നല്ല വിവരമൊക്കെ ഉണ്ടല്ലേ? എനിക്ക് ഭയങ്കര ബുദ്ധിയാണല്ലോ. എന്നാ ഈ വിവരം വെച്ച് എനിക്ക് വല്ല ജോലി ചെയ്ത് ജീവിച്ചോടൂ. ഞാൻ ജോലി ചെയ്തിട്ടുണ്ടല്ലോ. താൻ ജോലിക്ക് പോയിട്ടുണ്ടോ? ഞാൻ ഫിലിം ഫീൽഡിലേ. സിനിമാ ഫീൽഡിലോ? താനോ? എത്ര കാലോ? സിനിമാ ഫീൽഡിൽ എന്താണ്, കഥ എഴുത്തോ അഭിനയോ അങ്ങനെ എന്തെങ്കിലും ആയിരുന്നോ? അങ്ങനെയൊന്നുമല്ല, എല്ലാത്തിലും ഉണ്ട്. പിന്നെ ഇപ്പൊ എടുക്കുന്ന സംവിധായകന്മാരൊക്കെ ചെയ്യുന്ന സിനിമ ഉണ്ടല്ലോ, ഒക്കെ അവസാനം എന്റെ തലയിൽ വന്ന് വീഴും. ഓ, അത്രയ്ക്ക് വലിയ ആളായിരുന്നു? വലിയ ആളായിട്ടല്ല, ഈ ഫിലിം പെട്ടി ചുമക്കല് വലിയ ആളാവൊന്നും വേണ്ടല്ലോ. അതേ. ഓ, ചുമട്ടുകാരനായിരുന്നല്ലേ? അങ്ങനെയും പറയലുണ്ട്. പിന്നെ ഇപ്പൊ ഫിലിം പെട്ടിയൊക്കെ നിർത്തിയതിനു ശേഷം എനിക്ക് ആ പണിയിൽ നിന്ന് ഇപ്പൊ പ്രൊമോഷൻ കിട്ടി. പ്രൊമോഷൻ കിട്ടി? എഴുത്ത് ഡയറക്ഷൻ അല്ലല്ല, പിന്നെ ബ്ലാക്കിന് ടിക്കറ്റ് ഒക്കെ. എടാ, ഈ ബ്ലാക്കിന് ടിക്കറ്റ് വിൽക്കാൻ നടക്കുന്ന സമയം കൊണ്ട് തനിക്ക് അഭിനയിക്കാൻ പോയിക്കൂടെ? അഭിനയിക്കാൻ പോയിട്ടല്ലോ. താനോ? ഇഷ്ടം പോലെ സംവിധായകന്മാരെടുത്ത് ഞാൻ ഉൾപ്പില്ലാണ്ട് ക്യാൻസൽ വെച്ച് പോയിട്ടുണ്ട്. എന്നിട്ട് ഇപ്പത്തെ മറ്റേ ടീം ഉണ്ടല്ലോ, ന്യൂ ജനറേഷൻ. ഓ, ന്യൂ ജനറേഷൻ ടീമിനോട് പറയും എനിക്ക് അഭിനയിക്കാനുള്ള സ്റ്റഫ് ഇല്ലാന്ന്. അതെന്താ തനിക്ക് സ്റ്റഫ് ഇല്ലാത്തത്? ഞാൻ കഞ്ചാവ് വലിക്കൂല. ഓ, കഞ്ചാവ് വലിച്ചാൽ അഭിനയിക്കാൻ പറ്റുള്ളൂ? പിന്നെ കഞ്ചാവ് വലിച്ചാൽ മാത്രമല്ല ഇപ്പത്തെ ആൾക്കാർ കിട്ടുള്ളൂ. ഓഹോ, അത് ഇങ്ങക്ക് അറിയാം. ഇപ്പത്തെ ലെവലില് അഭിനയിക്കുന്ന കഞ്ചാവൊക്കെ വലിക്കണമെന്നുണ്ട്. എന്റെ വീടിനൊരു ഇക്കുണ്ട്. ഇക്കക്ക് ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോയി. നല്ല കഴിവുള്ള ആളാ മൂപ്പര്. എന്നിട്ട് മൂപ്പര് കിട്ടിയൊരു പണി അറിയങ്ങൾക്ക് ഇല്ല. അത് ഒന്നൊന്നര പണി. എന്റെ മോലാളി സിനിമയിൽ അഭിനയിക്കാൻ പോയിട്ടോ? അസ്സലാമലൈക്കും. നമസ്കാരം. വലൈക്കും അസ്സലാം. എന്താ പരിപാടി? ഇവിടെ സിനിമയിലേക്കുള്ള ഇന്റർവ്യൂ ആണ്. സിനിമക്കുള്ള ഇന്റർവ്യൂ ആണ്. ഇതിന്റെ ആരാ? ഞാൻ ഡയറക്ടറാണ്. മറ്റാൾ വന്നിട്ടില്ല? സംവിധായകൻ. സംവിധായകനും ഡയറക്ടറൊക്കെ ഒരാളാണ്. രണ്ടു ഇജാണ്. എത്താ കുപ്പായം കുമ്പളങ്ങ പറ്റന്റെ അരി. ഇതൊരു മോഡലാണ്. അല്ല, ഇക്ക എന്താണ് അഭിനയിക്കാൻ ഈ താടിയൊക്കെ വെച്ചിട്ട് എന്താ അഭിനയിക്കാനാ? താടി നിറഞ്ഞത് പാഷൻ അല്ല മോനെ. എന്ത് പാഷൻ? പത്ത് ചെക്കന്മാര് താടി ചേർക്കണ കണ്ടിട്ടില്ല? എങ്ങനെ? അതാ എമ്മാതിരി താടിയാണ്. ചില താടി ഉണ്ടോ മനജ്, ഈ മൈസൂരിലിടുമ്പോ മുന്തിരിങ്ങ ഇരിക്കണ ഇവിടെ ഒരു സാധനം. ഇത് മോഡൽ ബുൾഗാനല്ലേ? വേറെ ഒന്നുണ്ട്. പിന്നെ ഡെത്ത് കട്ട്. എന്ത് ഡെത്ത് കട്ട്? ഇങ്ങനെ പരമാതിരി ഇങ്ങനെ മരിച്ചാ കെട്ടൂലേ? പിന്നെ അതൊക്കെ പോട്ടെ, വേറൊരു സാധനം ഉണ്ട്. എന്താ? അയലമ്മ സെഡ്ഡി ഉണക്കാട്ടമാതിരി ഇവിടെ ഒരു സാധനം. ശരി, അതൊക്കെ മോഡലാണ്. ശരി, ചെറുപ്പക്കാർക്ക് മോഡലാവാണെങ്കിൽ നമുക്കും മോഡലാവാം. ഇതെന്ത് മോഡലാണ്? അത് മോഡലാണ്. ഇതാണ് പിന്നെ ഫുൾ ഗാൻ. കണ്ട മുയിമുണ്ട് ഇവിടെ തൊട്ടിട്ട് ഇതുവരെ ഉണ്ട്. ഈ താടിയൊക്കെ വെച്ചിട്ട് എന്താ കലാപരമായിട്ട് വല്ല കഴിവുണ്ടോ? കലാപം നമ്മളതിനെതിരാണ്. കലാപല്ല, കലാപരമായിട്ട് വല്ല കഴിവുണ്ടോന്ന് ഉണ്ടല്ലോ. മിമിക്രി, പാട്ട്, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ. നമ്മൾ പഴയ മിമിക്രിക്കാരനല്ലേ? മിമിക്രിക്കാരനാണ്. പഴയ മിമിക്രിക്കാരനെ. നമ്മള് മിമിക്രിയിൽ എന്താ ഇക്ക ചെയ്യാ? മിമിക്രിയിൽ പറഞ്ഞാൽ നമ്മളെ ഒരു ഹെലികോപ്റ്ററിൽ തൂങ്ങുന്ന ഒരു പയ്യണ്ടല്ലോ, എത്തോന്റെ പേര് ജയൻ. ഓന്റെ സൗണ്ടും ആക്ഷനൊക്കെ നമ്മൾ എടുക്കും. പിന്നെ ഒന്ന് ചെയ്ത് മ്യൂസിക് കിട്ടുള്ളൂ, നമ്മൾ ആക്ഷൻ എടുത്തിട്ട് ഇവിടെ ഒരു മനുഷ്യനായിട്ട് പോയിട്ടുള്ളൂ. അതിനോട് പിന്നെ അറിയാം. ഇക്ക മ്യൂസിക് കിട്ടല്ലേ? ഹൈക്കോടതിന്റെ ആവട്ടത് പണ്ടാറടങ്ങാനായിട്ട് ഞാൻ മ്യൂസിക് ഇടുമ്പോ ഞാൻ അങ്ങനെ മ്യൂസിക് കഴിഞ്ഞാടാ അങ്ങനെയാ കുട്ടാ. ഇതാക്കല്ല, കണ്ണി ഞാൻ അടിച്ചു പൊട്ടിച്ചാളൂ. ഹെലികോപ്റ്റർ തൂങ്ങണ ഒരാളോട് ഇടക്കട്ട മേത്തിക്ക് കുറച്ച് സമയം എടുക്കും. മ്യൂസിക് വണ്ടി ചെയ്തത് പണ്ടാറടങ്ങാനായിട്ട്. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ റെഡി ആയി കഴിഞ്ഞോട്ട് ഇവിടെ നിന്നിട്ട് ഇവിടെ അങ്ങനെയാക്കും. അപ്പച്ചി മ്യൂസിക് കിട്ടാ മതി. മനസ്സിലായോ? അതിന്റെ പിന്നെ തൊള്ളറന്നാണ്ടല്ല ഈ സംവിധായകനെ ഞാൻ നോക്കൂല. ശരി. ഇട്ടൂട് പന്നി ആയിക്കണ്. ഇക്ക ആക്ഷനൊക്കെ അടിപൊളിയാണ്. ഡയലോഗ് പറഞ്ഞേ. അച്ചാറ് നിന്ന് ഡയലോഗ് വരട്ടക്ക പൂർത്തിയാവുള്ളത് രണ്ടും കൂടി നടക്കൂല മോനെ. ഒന്നുക ആക്ഷൻ അല്ലേ ഡയലോഗ്. ഇപ്പൊ തന്നെ ചത്തുപോയിരുന്നു മനസ്സിലാക്കാക്ക്. ഞാനൊരു ഡയലോഗ് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞു ഇക്ക അതുപോലെ അഭിനയിക്കണം. അപ്പൊ ചാൻസ് ഉറപ്പാണ്. ആയിക്കോട്ടെ. മോഹൻ തോമസിന്റെ ഉച്ചിഷ്ട അമേതയും കൂട്ടിക്കൊളിച്ച് മാറുനേരം മൃഷാനം വെട്ടി വിഴുങ്ങി ഏമ്പക്കം വിട്ട് ആസനത്തിൽ ബാലം ചുരുട്ടിയിരിക്കുന്ന തന്നെ പോലെ പരമ നാറികൾക്ക് ആ പേര് ചേരൂ. എനിക്ക് ചേരില്ല. ഓർത്തോ, ഐ ആം ഭരതചന്ദ്രൻ. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. എന്നോട് ഇത്ര നേരമായിട്ട് നമ്മൾ എന്നോട് എന്തെങ്കിലും പറഞ്ഞു പടന്നിട്ട് എന്താണ്? വയസ്സായാളെ മൂത്തോക്കിട്ട് കണ്ണു പൊട്ടുന്ന തെറി പറയാ. തെറിയോ? ഇക്കത് സുരേഷ് ഗോപിയുടെ ഡയലോഗാണ്. ഇക്കതുപോലെ പറയണം, തിരിച്ചു പറയണോ? അഭിനയിക്കണം. അഭിനയിക്കണം. അപ്പോഴേ ചാൻസ് ഉണ്ടാവുള്ളൂ. ശരി. അല്ല ഇജ്ജ് പറഞ്ഞ അതേമാതിരി തന്നെ പറയണോ? അതുപോലെ തന്നെ. ഇജ്ജ് ഫസ്റ്റ് എന്താ പറഞ്ഞു?
പുല്ല്. അല്ല ഫസ്റ്റ് എന്താ മോഹൻ തോമസ്? മോഹൻ തോമസ്. അത് വല്ല ജബ്ബാറ ശുക്കൂറൊക്കെ മതിയാ? ജബ്ബാർ ശുക്കൂർ ഒന്നും പറ്റില്ല. മോഹൻ തോമസ് തന്നെ. കണ്ണൂരിട്ടല്ലേ ഭയ? അത് അങ്ങനെ തന്നെ വേണം. പറഞ്ഞൊക്കെ ഉണ്ടാവട്ടെ അതില്. എന്താണ്ട് വിചാരിച്ചേ? അടിച്ചാന്റെ കണ്ണിയാൻ പഠിച്ചോളൂ. ഇങ്ങോട്ട് മാറിക്കണം മോഹൻ തോമസ്, ഇങ്ങോട്ട് മാറിക്കണം. എന്റെ ഉച്ചിഷ്ട വേദോ എന്താണ്ട് പോക്കനെ പറ്റി വിചാരിച്ചേ? ബുൾസീറ്റ്. എന്താണ് അത്? എങ്ങനെയുണ്ട്? അഭിനയിച്ചല്ലോ അവനെ? അഭിനയിച്ചാണ്. ഞാൻ പേടിച്ചോ. അടിപൊളി. ഇക്കാക്ക് ഞാനൊരു സിറ്റുവേഷൻ തരാം. ആ ബന്ധം എന്നാലും ഞാൻ പോയിക്കോളാം. എന്ത് കായല്ലേ? പൈസ അല്ലക്ക, അഭിനയിക്കാൻ ഒരു അവസരം കൂടി, ഒരു സീന്, ഒരു വളരെ രസകരമായിട്ടുള്ള സീനാണ് നിങ്ങളെ പടത്തെ. അതെ, അഭിനയത്തിന്റെ മൂർധന്യങ്ങൾ പുറത്തേക്ക് ചാടിക്കാനുള്ള അങ്ങനെ അവസരം, അതിനൊരു അവസരമാണ്. എന്തൊക്കെ ഇക്കാക്ക് +2 പഠിക്കുന്ന ഒരു മോളുണ്ട്. ആയിക്കോട്ടെ. സിനിമയിൽ. ആയിക്കോട്ടെ. അപ്പൊ ഈ കുട്ടി പഠിക്കുന്ന വിഷയത്തിൽ എന്തോ തോറ്റിട്ട് ദുഃഖിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക ഉമ്മർത്ത്. അപ്പൊ ഇക്ക വന്നിട്ട് ചോദിക്കാണ്, മോളെ നീ എന്താണ് കുണ്ഠിതപ്പെട്ടിരിക്കുന്നത്? എന്താണ്? സിമ്പിൾ ചോദ്യം. മോള് വിഷമത്തോടെ ഇരിക്കണേ, മോളോട് ചോദിക്കാണ്, മോളെ നീ എന്താണ് കുണ്ഠിതപ്പെട്ടിരിക്കുന്നത്? എന്താ അത്? വലിയൊരു ഡയറക്ടർ കണ്ട ബട വെള്ള എന്നിട്ട് അവന്റെ തൊള്ളേന്ന് പറഞ്ഞ വർത്താന. ഇതൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല മോനെ. നമുക്ക് നമ്മളെ അമ്മാതിരി കൾച്ചറുള്ള ആൾക്കാരെ നമ്മള് ഇതൊന്നും നമ്മള് പറയും. ഈ സിമ്പിൾ ഒരു ചോദ്യം. എനിക്ക് സിമ്പിളോ? ഞമ്മക്ക് സിമ്പിൾ അല്ലടോ. എന്താ അമ്മാതിരി വർത്താനം പറയില്ല സിനിമയിലായാലും. എങ്ങനെയുള്ള വർത്താനം? ഇപ്പൊ എന്താ പറഞ്ഞത്? അത് ഞാൻ പറയില്ല. എനിക്ക് കേൾക്കുമ്പോ തന്നെ എന്താ അരിച്ചു കയറി വിടുന്നു. എന്തരിച്ചു? വേറെ മാറ്റിക്കള, വേറെ എന്തെങ്കിലും പറയിച്ച് അത് നടക്കൂലേ. അതല്ലേ അങ്ങനെ അഭിനയിക്കുകയാണെങ്കിൽ ചാൻസ് വരുള്ളൂ. ഉറപ്പാണ്. എന്താറടങ്ങാനായിട്ട് ഒരു കാര്യം ചെയ്യാം, അല്ലാണ്ട് ചാൻസ് ഇല്ല. ചാൻസ് ഇല്ല. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടോ അതേമാതിരി. ശരിയാണോ നോക്കണേ? ഓക്കെ. മോളെ അടിപൊളി. എന്താ പെട്ടിരിക്കണത്? ഇക്ക എന്താണ് കാണിക്കുന്നത്? ഇജ്ജ് പറഞ്ഞു തന്നെയല്ലേ? അതൊന്നും വേണ്ട, അതൊക്കെ മായിച്ചോളൂ. ഇക്കാന്റെ ബുദ്ധി അളക്കാനേ ഇജ്ജ് കൊണ്ടുവന്നാ എന്ത് അളക്കണ സാധനം? അല്ല, ബുദ്ധി ഉണ്ടോന്നാണല്ലോ സിനിമയിലെ ബുദ്ധിയും കാര്യങ്ങളൊക്കെ. ഇക്കാന്റെ ബുദ്ധി അളക്കാൻ വേണ്ടിട്ട് 2-3 ചോദ്യങ്ങൾ ചോദിക്കാൻ പോകും. ഇക്ക, ഈ പ്രസവിക്കാത്തതും മുട്ടയിടാത്തതുമായ ഒരു ജീവിയുടെ പേര്? ആർക്കറിയാത്തവനെ? നമ്മൾ 6ാമത്തെ കെട്ടിയോള് 12 കൊല്ലമായി കല്യാണം കഴിച്ചിട്ട് ഇതുവരെ പ്രസവിച്ചിട്ടില്ല, മുട്ടിട്ടില്ല. ഞമ്മക്ക് അതിന്റെ അഹങ്കാരമില്ല. ആകാശത്തിലൂടെ പറക്കും, പ്രസവിക്കാൻ ഭൂമിയിൽ വരും. അല്ല, ഇജ്ജ് സിനിമ സംവിധാനം ചെയ്യാതെ പ്രസവം എടുക്കാൻ വന്നതാ? ചോദ്യത്തിന് ഉത്തരം പറയാം. അപ്പോൾ ഇതൊരു മാറ്റർ ആണ്. ആയിക്കോട്ടെ. കറക്റ്റ് ചോദ്യങ്ങളും ഉത്തരങ്ങളും റെഡി ആയാലും നമുക്ക് ഇതിലേക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? ആകാശത്തിലൂടെ പറക്കും, പ്രസവിക്കാൻ ഭൂമിയിൽ വരും. എയറോസ്റ്റസ്, വിമാനത്തിലെ പെണ്ണുങ്ങള് ഒരാകാശത്തിലൂടെ പറക്കും, പ്രസവിക്കണമെങ്കിൽ ഭൂമിയിൽ വരണം. അവിടെ നടക്കൂല. ഇത്രയും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഇന്ത്യയിലൂടെ ഒഴുകുന്ന 2 നദികളാണ് സിന്ധുവും കാവേരിയും. അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാനിലൂടെ ഒഴുകുന്ന 2 നദിയുടെ പേര് പറയുക. ബിയാത്തു ഖദീജ. ഹാജി പാകിസ്ഥാനിൽ പോയിനാ? അവിടെ 2 നദി അങ്ങനെ വീണ്ടുണ്ട്. നിങ്ങൾ എന്തൊക്കെയാണ് ഇക്കൊക്കെ പാട്ട് പാടാനുള്ള കഴിവ്? പാട്ട് പാടാനുള്ള കഴിവുണ്ടോ മോനെ? ഈ കോഴിക്കോട്ട് അങ്ങാടിയിൽ വന്നിട്ട് അവിടെ പാട്ട് പഠിപ്പിക്കണേ പോക്കരറിഞ്ഞ ചെറിയ കുട്ടികൾ വരെ നമ്മളെ വീട് കാണിച്ചു തരും. നമ്മൾ സ്വന്തമായിട്ട് പാട്ട് സ്വന്തമായിട്ട് ഗാനമേളൊക്കെ നടത്തുന്ന ഒരാളല്ലേ, ഫേമസ് ആളാണ്. സ്വന്തമായിട്ട് എങ്ങനെ പാട്ട് കേട്ട വേണേ നമ്മൾ എഴുതിയ പാട്ട് മുട്ടുന്ന ആൾക്കാരൊക്കെ മ്യൂസിക് ഞങ്ങൾ കൂടി മുട്ടിക്കോടി. കാപ്പുമല കണ്ട പൂങ്കാറ്റെ കാണിക്ക നീ കൊണ്ടുവന്നാട്ടെ, കാരക്ക കായ്ക്കുന്ന നാടിന്റെ മധുവൂറും കിസ്സ പറഞ്ഞാട്ടെ. അടിപൊളി. ഒരു മുസ്ലിം സാഹചര്യത്തിന് പറ്റിയ പാട്ടാണ്. ഇതൊരു ഹിന്ദു സാഹചര്യത്തിലാണ് ആ കഥ പോകുന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും പാട്ട്? പിടിച്ചോളി. ശബരിമല കണ്ട പൂങ്കാറ്റെ അരവണ നീ കൊണ്ടുവന്നാട്ടെ, അരവണ കാറ്റുന്ന ചെമ്പിന്റെ മധുവൂറും കിസ്സ പറഞ്ഞാട്ടെ. എങ്ങനെയുണ്ട്? വേറെ പാട്ട് ഏതെങ്കിലും? വേറെ നമ്മൾ ഒരുപാട് ആൾക്കാർക്ക് നമ്മൾ പാട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്, ഇഷ്ടം പോലെ. വേറെ ആർക്കാണ് പാട്ട് എഴുതി? അതായത് നമ്മൾ പാട്ട് എഴുതി കൊടുത്തതിൽ ഇപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ സങ്കടം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് പാട്ട് എഴുതി കൊടുത്തിരുന്ന ആളുണ്ട്, നമ്മളെ നാടൻ പാട്ടുകാരൻ, നമ്മളെ മണിച്ചേട്ടൻ, നമ്മളെ പിന്നെ ഇഷ്ടം പോലെ പാട്ട് നമ്മൾ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ മൂപ്പർക്ക് എഴുതി കൊടുത്തൊരു പാട്ട് നമ്മൾ വേണമെങ്കിൽ കേട്ടോളി, നമ്മൾ പാടിത്തരാം. ഓടണ്ട ഓടണ്ട ഓടിത്താളേണ്ട ഓമന പൂമുഖം പാടിയിടേണ്ട, ഓമന പൂമുഖം പാടാതെ സൂക്ഷിച്ചാൽ ഓമന ചുണ്ടത്ത് ഉമ്മ നൽകാ. ഓടണ്ട ഓടണ്ട ഓടിത്താളേണ്ട ഓമന പൂമുഖം പാടിയിടേണ്ട. തകർത്ത് അടിപൊളിയല്ലേ? അടിപൊളി. സംഗതി പോയി.
അയച്ച് കേട്ട മോനെ വയസ്സാകളല്ല അറിയാണ്ട് തുള്ളി കളിച്ചപ്പോ പോയതാണ്. അല്ല ഇച്ച് കുറെ നേരമല്ലേ നമ്മളോട് ഇങ്ങനെ ചോദ്യം കൂടി വെക്കും. എന്നോട് നമ്മള് ഒറ്റ ചോദ്യമാണ് ചോദിക്കാൻ പോകുന്നത്. എന്നോട് ഒരു ഡയറക്ടർ, വലിയ ഡയറക്ടറാണ്. 499 സിനിമ പൂജ ചെയ്ത എന്നോട് ചോദിക്കാം. സിനിമ പുറത്തിറങ്ങിയിട്ടില്ല, പൂജ ചെയ്തിട്ടല്ലേ ഉള്ളൂ. അപ്പൊ എന്നോട് നമ്മൾ ചോദ്യം ചോദിക്കാൻ പോവാണ്. ഇതിന് ഈ അധികം ഉത്തരമൊന്നും പറയണ്ട, ഒന്നൊക്കെ യെസ് അല്ലെങ്കിൽ നോ എന്ന് മാത്രം പറഞ്ഞാൽ മതി കേട്ടാ. അതായത് അനക്ക് പിരാന്താണെന്ന് എൻ്റെ വീട്ടുകാർക്കും നാട്ടുകാർക്കും അറിയുമോ? യെസ് ഓർ നോ? അനക്ക് പിരാന്താണെന്ന് എൻ്റെ വീട്ടുകാർക്കും നാട്ടുകാർക്കും അറിയുമോ? യെസ് ഓർ നോ? എന്താണ് ഇപ്പൊ മൊത്തത്തിൽ പിരാന്തായി. അല്ല ഇങ്ങോട്ട് വാടാ, കുമ്പളക്കാൻ പറ്റാ.